അപ്പോൾ ഇന്ന് അമ്മേൻ്റെ റിസൾട്ടൊക്കെ കാണിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ഇതാ അമ്മ വന്ന് കിടക്കുന്നുണ്ട് ഇതാ സോഫയിൽ. അപ്പോൾ ഇന്നാണെങ്കിൽ ഞങ്ങൾ മൂന്നാൾ ഒറ്റയ്ക്കുള്ളൂ, സിന്ധേച്ചിയും അമ്മ ഞാനും, കുട്ടികളൊന്നുമില്ല. ഒരു ഒച്ചയും വിളിയൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കിടക്കയിൽ കിടന്ന് ഭയങ്കര ചൂടാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല വേനൽ പോലത്തെ വെയിലാണ്. അപ്പോൾ ചൂട് എവിടെയും കിടക്കാൻ വയ്യ. പിന്നെ അമ്മയ്ക്ക് വേദന ഉണ്ട്. ചില സമയത്ത് ഒരു കുഴപ്പമില്ല, എന്നാൽ ചിലപ്പോൾ ഭയങ്കര വേദന, ഏത് ഭാഗവും കിടക്കാൻ പറ്റാത്തൊരു അവസ്ഥ. അപ്പോൾ ഇപ്പോൾ സോഫയിൽ ഒന്ന് കുറച്ച് നേരം വന്ന് കിടക്കി പറഞ്ഞിട്ട് അങ്ങനെ വന്ന് കിടന്നതാണ് കേട്ടോ. പിന്നെ അമ്മേനെ ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ഭാഗം കണ്ടാലും മതി എന്നൊക്കെ പറയലുണ്ട്. വാട്സപ്പിൽ വന്നിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒന്ന് കാണിച്ചു തരുമുണ്ടോ. അപ്പോൾ അതും കൂടി ഓർത്തിട്ടാണ് അമ്മേനെ ഇവിടെ കിടത്തിയത് കേട്ടോ. കിടത്തിയതല്ല, ഇവിടെ കിടക്കുന്നോടത്ത് വന്നിട്ട് ഞങ്ങൾ വിശേഷങ്ങൾ പറയണത്. പിന്നെ അപ്പോൾ സന്തോഷേട്ടനും അപ്പുട്ടേട്ടനും കൂടിയാണ് നമ്മളെ റിസൾട്ടൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. രാവിലെ അവിടെ ഡോക്ടറെ കാണാൻ നിന്നിട്ട് ഇപ്പോൾ കുറച്ച് സമയമായിട്ടുള്ളൂ ഡോക്ടറെ കാണാൻ പറ്റിയിട്ട്. അത് വെച്ചാൽ ഇപ്പോൾ സമയം 4 മണിയാവാനായിട്ട്. അവിടെ വെച്ചാൽ ഫസ്റ്റ് റേഡിയേഷനും കീമോ ഒക്കെ ചെയ്യണ അങ്ങനെയുള്ള രോഗികളൊക്കെ നോക്കിയതിൻ്റെ ശേഷം ഈ റിസൾട്ട് കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെതായ തിരക്കാണ്. ഇന്ന് നമുക്ക് ഭയങ്കര തിരക്കാണെന്നും പറയുന്നുണ്ട് സന്തോഷേട്ടന്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് ശരിക്കും നമുക്ക് ഫോൺ കൂടെ അല്ലേ. പിന്നെ സന്തോഷേട്ടനെ കാണിച്ചാലോ, സന്ധ്യച്ചി ഇല്ല, അമ്മയും ഒപ്പം അല്ലാത്തതല്ലേ, ഒരൊറ്റയ്ക്കല്ലേ പോയത്. അപ്പൊ എന്തൊക്കെയാ പറയണ്ടത്, എന്താ ഒരു ആകെ ടെൻഷനായി കൊണ്ട് നടക്കാണ്. ആൾക്കും വയ്യാത്തതല്ലേ. ഇന്നലെയൊക്കെ ഇവിടുന്ന് പോയിട്ട് രാവിലെ തിരുവനന്തപുരത്ത് എത്തിയത് എങ്ങനെയാന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അത്രയ്ക്കും ഭയങ്കര ഒരു സഞ്ചാരി എന്ന് പറയുന്നുണ്ട്. കുറേ മരുന്നും ഉണ്ട്. അപ്പൊ ആളെ അസുഖം അങ്ങനെ ഇടങ്ങേറായിട്ടാണ് ആള് പോയിട്ടുള്ളത്. പിന്നെ അപ്പുട്ടേട്ടൻ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം. അപ്പുട്ടേട്ടൻ പറഞ്ഞ സിന്ധേച്ചിന്റെ ഭർത്താവിനെയാണ് കേട്ടോ. അപ്പൊ അറിയാത്ത കുറെ ആളുണ്ട് പുതിയതായിട്ട് കാണണേ. അപ്പൊ മൂത്തളിയന് അങ്ങനെ പോയി നിക്കണോ. ഒരു സൈഡാണ് അമ്മയ്ക്ക് വേദന, ഇടത്ത് സൈഡായിട്ട്. അപ്പം അതാണ്, ആ ഭാഗം തിരിഞ്ഞു കിടക്കാനേ പറ്റൂല. ആ ഭാഗം കിടക്കുന്നത് തലയണ വെച്ചതാണ്. ഒരു അഥവാ ചെരിഞ്ഞ് കിടക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാ. ഇവിടെ സോഫയിലാകുമ്പോൾ പിന്നെ തിരിഞ്ഞു മറിഞ്ഞൊന്നും കിടക്കാൻ പറ്റില്ല. മലന്ന് കുറച്ച് നേരമൊക്കെ കിടക്കാൻ പറ്റും, അതും കുറച്ച് നേരം. പിന്നെ അങ്ങനെ നീച്ചാണ്ട് പോയിട്ട് എവിടെയെങ്കിലും ഇരിക്കുക, കുറച്ച് നേരമൊക്കെ ഇരിക്കാൻ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. പിന്നെ കഴിക്കാൻ വെച്ചാൽ ചെറുതായിട്ടൊക്കെ കഴിക്കാനൊക്കെ പറ്റുന്നുണ്ട്, നല്ല പോലെയൊന്നുമില്ല. പിന്നെ ഇപ്പം എന്തായാലും ഇപ്പം ഇങ്ങനെ ഒരു കാര്യം വന്നു. അപ്പം ഇനിയിപ്പോൾ അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും പറയും ഞങ്ങളെ. വേദനയും കാര്യങ്ങളും എന്തൊക്കെ ആയാലും ആ അസുഖത്തിനെ സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിനിപ്പോൾ മരുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടുവന്നൊക്കെ വീണ്ടും നമ്മളെ ചികിത്സ തുടങ്ങിയാൽ ഒക്കെ മാറും എന്നുള്ള ഇതിലാണ്. ചിന്തിച്ച് നാളികേര കൊത്തില്ലേ, നാളികേരാട്ടത്തി ചെറുത്ത് കൊത്താക്കിയിരുന്നത് എന്തിനാണെന്നറിയോ. അമ്മയ്ക്ക് പൂതിയായിട്ട് ഇന്നലെ വന്നപ്പോൾ ചക്ക വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുറിയും ഞങ്ങൾ ചക്ക കിട്ടിയാൽ വേവിച്ച് വെക്കലുണ്ട്. അമ്മേനെയാണ് അതിൻ്റെയൊക്കെ മെയിൻ ആള്. ചക്ക കിട്ടിയാൽ പഴുത്തത് അല്ലെങ്കിൽ പച്ച കിട്ടിയാൽ അത് പഴുപ്പിച്ചിട്ട് ഇങ്ങനെ വേവിച്ച് വെക്കലുണ്ട്. നമ്മൾ കാണിച്ചു തരില്ലേ, പായസം ഉണ്ടാക്കലുണ്ട്, അപ്പം ഉണ്ടാക്കലുണ്ട്. അപ്പം ഇതും ഇക്കുറി നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം അമ്മയ്ക്ക് പൂരിക്കും വേണ്ടിയിട്ട് കുറച്ച് ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് വേവിച്ച്. അപ്പം അതുകൊണ്ട് ചക്കപ്പം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചതാ. കുറച്ച് പണിയുണ്ട്, പെട്ടെന്നൊന്നും തിന്നാൻ പറ്റൂല. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ അടുക്കളയിൽ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക. എൻ്റെ ഫോണിക്കും സിന്ധേച്ചിൻ്റെ ഫോണിക്കും ഒരു ഒഴിവില്ല, മാറി മാറി വിളിക്കുകയാണ്. നമുക്ക് ഒന്നും കൂടെ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോഴല്ലോ അവിടുന്ന് ഇങ്ങോട്ട് കോൾ ചെയ്തിട്ട് പറയുമ്പോൾ. അപ്പോൾ പിന്നെ അപ്പം അതുകൊണ്ടാണ് ഒന്നും അങ്ങോട്ട് ഇതാവാത്തത് കേട്ടോ. അപ്പം ഏതായാലും ഇനി അമ്മയ്ക്ക് അവിടെ അകത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ പാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങള് ചക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ശർക്കരയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗ്യാസ് ഇതുവരെ കിട്ടിയിട്ടില്ല. എത്ര ദിവസമായിന്നറിയോ. ഞങ്ങള് ഇടങ്ങേറായി ആ വന്ന അമ്മയുടെ അസുഖം കൂടിയ അന്ന് അങ്ങോട്ട് ഗ്യാസ് തീർന്നിട്ട് ഇന്നുവരെ ഗ്യാസ് ഇട്ടിട്ടില്ല. ഇടങ്ങേറ് കൂടെ ഇടങ്ങേറ്, അത് കൂടെ വിറകുമില്ല. ഇപ്പൊ വിറക് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ മില്ലിലൊക്കെ പച്ച വിറകാണ്. പിന്നെ നമ്മൾ റബ്ബറൊക്കെ പൊട്ടി വീണിട്ടുണ്ട് നമ്മൾ ചുള്ളലിനൊക്കെ പോണേ. പക്ഷെ അവിടെ എന്ന് വെച്ചാല് അവിടുത്തെ ആളെയും കാണാൻ പറ്റണില്ല, മുതലാളീനെ. അപ്പൊ ഉള്ള വിറക് വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പൊ അടുപ്പത്ത് തന്നെയാണ് കുക്കറിൽ പൂളയാണ് കേട്ടോ. ഇന്നലെ ഞാന് പറമ്പിലുണ്ടാവണ പൂള, അങ്ങനത്തെ പൂള കുറച്ചും കൂടി തന്നു കുട്ടിയമ്മ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അത് ഉണ്ടായിക്കോട്ടെ. കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴേക്കിന് അപ്പൊ ചോറും കൂടി കൊണ്ടുപോയില്ല. വന്നാൽ ഞാൻ എന്തൊക്കെ തിന്നേണ്ടത് നിച്ചുണ്ടാവില്ല, അത്രയും വിശപ്പിലാണ് പാഞ്ഞ് വരിക.
വെള്ളം ചായ എന്ത് കൊടുത്താലും ഒപ്പാണ് കുടിച്ച് കയറ്റും. അപ്പൊ വരുന്ന സമയത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ തിന്നോളൂ എന്നുകൊണ്ട് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇതാണ് നമ്മളെ ചക്കട്ടോ. ഓക്കെ, എങ്ങനെയാ പരത്തിയെ? നെയ്യാക്കിയോ? അപ്പൊ നെയ്യും ശർക്കരയും കൂടി കൂട്ടിയിട്ട് ചക്ക ഏകദേശം ഇങ്ങനെ ഇങ്ങനെ വേവിച്ചിട്ട് ഉണ്ടോ നോക്കാം അരിപ്പത്തുണ്ട്. അപ്പൊ ചക്ക നല്ലോണം വേവിച്ചിട്ട് നല്ലോണം കളറൊക്കെ മാറി വരില്ല ആ സമയത്ത് നെയ്യും ശർക്കരയും ചേർത്തിട്ട് വരട്ടിയെടുത്തതാണ് കേട്ടോ. ഇത് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക്, എത്ര ദിവസമല്ല മാസം വർഷം വരെ നമ്മളടുത്ത് നിന്നിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പം ഇതങ്ങനത്തത് കൊയ്ത്തിന് നല്ല രസം, നല്ല മധുരം കേട്ടോ, ശർക്കരയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങണമെങ്കിൽ ഇല വെട്ടി കൊടുക്കട്ടോ. സിന്തേച്ചിക്കാണ് ഇതിന്റെ കറക്റ്റ് ആ ഒരു മിച്ചം. തേങ്ങാക്കൊത്ത് മൊബൈലാന്ന് തോന്നുന്നുണ്ട്. ഇത് ക്യാമറ ഇവിടെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതാണ് കേട്ടോ. മറ്റേത് സന്തോഷേട്ടന് അപ്പൂസ് ഉണ്ടെങ്കിൽ ക്യാമറ പിടിച്ചെന്നുള്ളൂ. ഇതിന് ആളില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അരിപ്പൊടി ഉണ്ട്. അരിപ്പൊടി സിന്ധിച്ച് വന്നപ്പോ കൊണ്ടുവന്നതാണ്. അരിപ്പൊടി ഒന്ന് അരിച്ചെടുക്കട്ടെ, എന്തെങ്കിലും പ്രാണി ഉണ്ടോന്ന് സംശയമുണ്ട്. അതെ, അവിടെ റേഷൻ കടയത്തെ നമ്മളെ ഗോതമ്പിലുണ്ട്. ഞങ്ങൾ കുറിഞ്ചാത്തെന്ന് പറയുന്നത് ഒരു കറുത്ത ജന്തു. ആ ജന്തു ഇതിക്ക് കയറി കുടിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് കരണ്ട് രാവിലെ പോയതാണെന്ന് വെച്ചാൽ കാര്യം നടന്നിട്ടില്ല. ഈ ശർക്കരേന്റെ ഇതിലിട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി വെക്കണം. ഇത് മിക്സ് ആക്കി കേട്ട സിന്തേച്ചി. അപ്പൊ ഞാൻ പോയിട്ട് വാഴയില സംഘടിപ്പിക്കട്ടോ. അപ്പൊ ഞങ്ങളെ കണ്ടോ ചക്കേന്റെ പരിവം നോക്കിയ നാളികേരക്കൊത്തും എല്ലാം കൂട്ടിയിട്ട് ആണ് ഇപ്പൊ ഈ ഇളക്കിയിടണം കേട്ടോ. ഇത് ആദ്യം ഒന്ന് ഈ ചക്ക കട്ടയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉടയണമെന്നുണ്ടെങ്കിൽ മിക്സിന്റെ ജാറിലൊന്ന് കറക്കിയതിന്റെ ശേഷം എടുത്തോണ്ടിട്ട് ഉണ്ടാക്കുമ്പോൾ ഇത് നമുക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അത് ആക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഇത് സ്പൂൺ വെച്ച് നല്ലോണം അങ്ങോട്ട് ഉടച്ചു. പിന്നെ തള്ളക്കയിലിട്ടിട്ടാണ് ഞാൻ കാട്ടുന്നത്. ഇനി കുറച്ചൊരു ഏലക്കായല്ലേ, അത് മണമാണല്ലോ, അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കാൻ പോവുകയാണ്. നമ്മൾ അടുക്കളയത്തെ വിശേഷം ഒന്നും ഇപ്പൊ കാട്ടാത്തത് വേറെ ഒന്നുകൊണ്ടല്ല, നമ്മളെ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അതുകൊണ്ടാണ് അടുക്കളയത്തെ അതൊന്നും അധികം കാണിക്കാത്തത് കേട്ടോ. പിന്നെ അമ്മേന്റെ കാര്യം തന്നെ പറയുമ്പോ തന്നെ ഏകദേശം സമയമാവും. അതുകൊണ്ട് തന്നെ ഒന്നാമത് ഇപ്പൊ അമ്മയ്ക്ക് അത് നീച്ചിരിക്കാനും പറ്റുന്നില്ല. അല്ലെങ്കിൽ അമ്മ എന്തേലും വർത്താനം പറഞ്ഞേനു. ഉച്ചക്കൊക്കെ കുറച്ചൊക്കെ വർത്താനം പറഞ്ഞേനേ. പിന്നെ നേരം ആകുമ്പോഴേക്കാണ് തീരെ വയ്യാതെയത്. പിന്നെ ഇലയൊക്കെ ഞാൻ വെട്ടിക്കൊടുന്ന് പാകാക്കിയിട്ടുണ്ട്. അപ്പൂസ് ഉണ്ടാക്കിയത് അപ്പു ഇലയൊക്കെ കയറി വന്നിട്ട് ഇന്നിപ്പോ ഞാനാണ് കേട്ടോ. ഇലയൊക്കെ നമുക്ക് വാഴ നല്ല ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എടുക്കാൻ പണി. തിരുമണ കരിവേലൊക്കെ കയറിയിട്ട് വേണം അത് എടുക്കണമെങ്കിൽ. അപ്പൊ ഇലയൊക്കെ ആദ്യം അടുപ്പിൽ വെച്ചിട്ട് വാട്ടി എടുക്കണം. അപ്പൊ നമ്മൾ ഈ പൂള് ഇതുവരെ വിസിലടിച്ചിട്ടില്ലേ, കുക്കറിലായതുകൊണ്ടാണ് തോന്നുന്നത്. എത്ര നേരം വെച്ചിട്ട് ഒരാട്ടാൻ പോലെ സൗണ്ട് ചെറുതായിട്ടുണ്ട്. എന്നിട്ട് വേണം ഈ എല്ലാം വാട്ടിയിട്ട് കേട്ടോ. വാട്ടിയതിന് ശേഷമാണ് നമ്മുടെ ഈ ചക്കന്റെ മാവ് അതിക്കാക്കാൻ പോണത്. അപ്പൊ ചക്ക എപ്പോഴും കഴിഞ്ഞിട്ടില്ല എഴുതുണ്ടാവില്ലേ, പക്ഷെ ചക്ക ഇത് കുറച്ച് മുന്നത്തെയാണ്. വേവിച്ച് വെച്ചാൽ പിന്നെ നമുക്ക് പൂതിയാകുമ്പോൾ എപ്പോ വേണമെങ്കിലും എടുത്ത് ഉണ്ടാക്കാം. ചക്കയ്ക്കും മാങ്ങയ്ക്കും അങ്ങനെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഉള്ള കാലത്ത് ഉണ്ടാക്കിയ ഇല്ലാത്ത കാലത്ത് നമുക്ക് നമ്മളെ പൂതിക്ക് എന്താ വെച്ചാൽ ഉണ്ടാക്കിയിട്ട് തിന്നാം. അതാണ്. പിന്നെ അമ്മ വെച്ചാല് എന്താ ഈ ഇപ്പൊ ഇങ്ങനത്തെ സാധനം കൊണ്ടാണ് ഏറെ പൂതി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ പറയും ചക്കട്ടെങ്കിലും മാങ്ങട്ടെങ്കിലും ഇങ്ങനെ പറയും. അതുപോലെ തന്നെ എവിടെയെങ്കിലും ആയിട്ട് കിട്ടും ചെയ്യും. അമ്മയ്ക്ക് പൂതിക്ക് തിരി എടുക്കുള്ളൂ, തരില്ല. അത് കിട്ടി കൊടുത്തെങ്കിലും ഒരു സമാധാനം. പൂതികളൊക്കെ ഉണ്ടാക്കി കൊടുക്കും എന്ത് പറഞ്ഞാലും. പക്ഷെ അത് അധികം തിന്നൂല, തിരി തിന്നുള്ളൂ. ഇതിപ്പോ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, തിന്നൊന്നും അറിയില്ല. എല്ലാ അട പൊതിയാൻ പോവുകയാണ് കേട്ടോ. അട 2 സ്പൂൺ ഇട്ടിട്ട് വാഴയില വാട്ടിയിട്ട് കലം വരുമ്പോൾ മടക്കി കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് എന്താ പറയാ, ഈ വാഴേന്റെ നാര് കൊണ്ട് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. പക്ഷെ അതിന്റെ ആവശ്യം വരില്ല, അത് വെന്ത് റെഡി ആവുന്ന സമയത്തേ അത് അവിടെ സെറ്റായിട്ട് നിൽക്കും. അപ്പോൾ വേണമെങ്കിൽ കെട്ടിക്കൊടുത്താൽ ഞാൻ അമ്മ ഉണ്ടാക്കുമ്പോൾ കെട്ടലുണ്ട് വാഴ കയറുകൊണ്ട്, അല്ലെങ്കിൽ വാഴേൻ്റെ നാരുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഇഡ്ഡലി പാത്രം ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഈ ഓട്ടപാത്രം വെച്ചിട്ട് അതിലാണ് ഇട്ടത് വെക്കുന്നത്. അപ്പം അതിൽ എത്ര ഇലയുടെ വേണമെങ്കിലും പോകും കണ്ടോ. വലിയ പാത്രം ആവുകൊണ്ട് നമുക്ക് ഈ ഉണ്ടാക്കിയ മാവ് മുഴുവനും ഇതിലിട്ട് പൊതിഞ്ഞ് വെക്കാം. അപ്പം ഈ ഇലയിലൊക്കെ നമുക്ക് ആക്കി വെക്കാണ്ട് കാരണം എത്ര മാവുണ്ടേ. അപ്പം ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. നോക്കി ഞങ്ങള് ചൂട് ഉള്ളതുകൊണ്ടേ വേഗം നിങ്ങൾക്ക് ഇത് കാണിച്ചാൽ വിചാരിച്ചുകൊണ്ട് അതിന് 3 നേരത്തെ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതെ തുറന്ന് നോക്കിയിട്ട് ഫസ്റ്റുള്ളത് അമ്മയ്ക്ക് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാ.
ഫ്രഷ് ആയിട്ട് കിട്ടിയേക്ക് ചൂടുണ്ട് കേട്ടോ. തുറക്കുമ്പോ തന്നെ അല്ലേ ഈ ഇലേന്റെയും അതേപോലെ എന്താ പറയാ ഏലക്കായന്റെയും ഒക്കെ നല്ലൊരു മണം കേട്ടോ. സിന്തേച്ചി ഉണ്ടാക്കിയ സിന്തേച്ചിന്റെ കൈപ്പുണ്യ സിന്തേച്ചിന്റെ നോക്കാണ്. ഇപ്പൊ സമയം കുറെ വൈകിട്ടുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ കുറെ സമയം എടുക്കേ ആവിക്ക് കിടന്നിട്ട് എല്ലാത്തിനും ആവി കൊണ്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടണ്ടേ. അപ്പൊ കുറെ സമയം എടുത്തതാണ്. അപ്പോൾ അമ്മയുടെ കിടക്കാനായിട്ട് ഉള്ളിലുണ്ട്. പിന്നെ നാളെ നമുക്ക് സ്കാനിങ്ങിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ ശരിക്കും അറിഞ്ഞിട്ട് അതൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ.